ഇല്ല ഇല്ല, പക്ഷെ ഓൾഡ് ബങ്കി പറയില്ല. മിനിമം ഫയർ വേറെ ആൾ നോക്കി അദ്ദേഹം ഇതിൽ അഭിനയിച്ചാൽ എങ്ങനെയാ പറയുന്നത്? അല്ല, ഇതെന്തോ പ്രശ്നമാണ്. നിങ്ങളുടെ പ്രശ്നം അല്ല, ആവശ്യമില്ലാത്ത പുള്ളിക്കാരത്തിയുടെ ബസ് മൂവ് ചെയ്യാൻ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ അല്ല. ആ, അത് കുഴപ്പമില്ല. പറഞ്ഞു നിങ്ങൾ പറഞ്ഞെങ്കിൽ പറഞ്ഞു. അല്ല, അയാളെ കൊണ്ട് പറയിക്കണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് പറയിക്കണ്ട. അതെ, ആ ഞാൻ പറഞ്ഞോളാം. ഓ, ആ ടീം നമ്മുടെ അല്ല, അണ്ണനല്ല, ആറാട്ടുകടവിലെ കഥ പറഞ്ഞ ഞാൻ പറയുന്നില്ല. ഞാൻ പൈറ്റിനകത്തൊന്നും നിൽക്കുന്നില്ല. മിനിമം ഒരു 2 ഇതെങ്കിലും വേണം ഫുള്ളൊക്കെ. സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് മുഴുവൻ ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് തോന്നും. ആൻഡ് ഓൾസോ അജിചേട്ടൻ്റെയും രമേശ് വിചാരണ ചേട്ടൻ്റെയും ചേട്ടൻ്റെയും ചേട്ടൻ്റെയൊക്കെ കോമ്പിനേഷൻ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുഞ്ഞ് സ്ക്രിപ്റ്റാണ്, അടിപൊളിയാണ്, കുറച്ചിരിക്കാനുണ്ട്. ഒരു ഫൺ പാക്കേജ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതെ അതെ. ഫ്രണ്ട്സിൻ്റെ ഒരു ഫ്രണ്ട്സ് കൂടി സംസാരിക്കുന്ന സമയത്ത് കൂടി കോമഡിയും അങ്ങനെയൊക്കെ തന്നെ ഒരു ഇതായിരുന്നു. നല്ലതായിരുന്നു. അതെനിക്ക് അജു ആണെങ്കിലും രമേശ് ആണെങ്കിലും അവരുടെയൊക്കെ ഒരു മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ക്ലൈമാക്സിലുള്ളൊരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. അത് കാണുമ്പോൾ ഉള്ള ഒരു ഫീല്, കാരണം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു സീന് ക്ലൈമാക്സിലുണ്ടല്ലോ. അപ്പം ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാ ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഒക്കെ ശരിക്കും ഫീലാണെങ്കിലും കൂടെ കേട്ടിട്ടുണ്ട്. നടനെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പല മേഖലകളിലും കണ്ടിട്ടില്ല. അദ്ദേഹം ഡയറക്ടറിൽ പിന്നെ നായകനായിട്ടും ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ഒരുപാട് നമ്മുടെ വലിയ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം സംഭാവന മലയാള സിനിമയ്ക്ക് ചെയ്യുന്നത്. അതൊരു സന്തോഷം. പിന്നെ ഇത് ഒരു രാത്രി നടക്കുന്ന സംഭവം, ഫ്രണ്ട്സും പോലീസ് സ്റ്റേഷനും അങ്ങനെ ഒരുപാട് സംഭവം. സിനിമ കണ്ടാലും നമുക്കറിയാം നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എന്തായാലും ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും ധൈര്യം കാണാൻ പറ്റിയ സിനിമ. ഫാമിലി മൂവിയാണ്. ഫാമിലി മൂവി എന്ന് പറയാം, ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന് തന്നെ പറയാം. ഫാമിലി മൂവി എന്നല്ല, ഒരു സുഹൃത്തുക്കൾ തമ്മിൽ വരുന്ന പ്രശ്നങ്ങളും പോയി അകപ്പെടുന്നതും അതിൽ നിന്ന് ഊരിപ്പോരുന്നതും തമാശയായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് ഫൺ മെസ്സേജ് ഒക്കെ കൊടുക്കുന്നുണ്ടോ പടത്തിൽ? ഇല്ല, അത് ഇങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ പോലെ ജീവിതം എൻജോയ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടി ഓരോ എൻജോയ് ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൻ്റെ മറ്റൊരു സൈഡിലുള്ള ജീവിതമാണ് അതൊക്കെ ആക്കരുത് എന്ന് ഇവിടെയുള്ളൊരു കാര്യം അതിലുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ. ചില ചെറിയ തമാശകൾക്ക് വേണ്ടി ചെയ്ത് ചിലപ്പോൾ സീരിയസ് ആയി വളരെ സിനിമാറ്റിക് ഞാൻ പറയുന്നുണ്ടല്ലോ. ഇത് ശരിക്കും റിയലായിട്ട് സംഭവിച്ച ഒരു കാര്യം സിനിമാറ്റിക് ആയിട്ട് ചെറിയ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ അജുവും ധ്യാനം കോമ്പിനേഷൻ ധ്യാനം കൂടുതൽ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. അച്ഛൻ്റെ ഗംഭീരത എല്ലാവരും ഞാൻ ഈ സിനിമ പൊട്ടിക്കാന്നുള്ളൊരു മൈക്ക് ചെയ്ത് അത് പിടിക്കും. നല്ല ഫാമിലി ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമ ഉണ്ടായിരുന്നു. നല്ല
ഒരുപാട് നല്ല കോമഡിയാണ്. വലിയ സ്പെഷ്യാലിറ്റി ഡയറക്ടർ നല്ലൊരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ. രാത്രി നടക്കുന്ന സംഭവം എന്തായാലും നല്ല അടിപൊളി പടം. എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. എനിക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഇഷ്ടപ്പെട്ടു. കംപ്ലീറ്റ്ലി ഒരു ഫൺ ആൻഡ് എന്റർടൈനറാണ്. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ നിങ്ങളെല്ലാവരും പടം കണ്ടതല്ലേ മീഡിയക്കാർ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഓക്കെ, ഇതൊരു കുഞ്ഞു പടമാണ്. വലിയ പടം ചെയ്യുന്ന ഒരാളുടെ ഇപ്പോൾ ഈ തലമുറയിൽ ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ സോഫിയ പോൾ, അവരുടെ അഭിപ്രായം പറയട്ടെ. എൻ്റെ വൈഫ് അടിപൊളിയാണ്, നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. കോമഡി സാജു ചേട്ടാ കോമഡി നന്നായിരുന്നു. പമ്മയുള്ള കോമഡി അല്ലേ? ഹലോ, പടം എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമയിലെ ഹിന്ദിക്കാരിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. പക്ഷേ ഞാൻ മലയാളിയാണ്, എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. ആക്ച്വലി ഒരു ഫൺ പടമാണ്. എൻ്റെ പേര് മായ. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഈ ഓപ്പർച്യൂണിറ്റി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇറ്റ്സ് എ വെരി ഫൺ റൈഡ്. സ്പെഷ്യൽ കുറച്ച് ഇരിക്കാനുണ്ട്. ഇപ്പോൾ അജിച്ചേട്ടൻ്റെയും ഷാരിച്ചേട്ടൻ്റെ കോംബോ ആയാലും അതുപോലെ തന്നെ ജിവിയുടെയും കോംബോ ആയാലും പിന്നെ ധ്യാനെ പറ്റി പറയണ്ടല്ലോ. ആണല്ലേ? ബട്ട് ഞാൻ ഓക്കെ, ഇച്ചിരി സൈഡിൽ നിന്നിരുന്നു കേട്ടില്ലടാ ഫ്രണ്ടിരിക്കണമെന്ന്. ചേട്ടാ ആപ്പ് കഴിച്ചോ? ഇതെനിക്കറിയാറുണ്ട്, അതുകൊണ്ടാണ് പ്രമോഷൻ അധികം ഒന്നും പറയാഞ്ഞത്. ഇഷ്ടപ്പെട്ടോ? നമ്മളെ പോലീസുകാർ എല്ലാം കണ്ടോ? അപ്പം എല്ലാവരോടും പറയണം, ഒന്ന് കാണാൻ പറയണം. ചെറിയ നമ്മൾ പറഞ്ഞല്ലേ, കുഞ്ഞു സിനിമയല്ലേ. ബേബി ബേബി ഇറങ്ങട്ടെ. അപ്പൊ കാണണം കേട്ടോ. മാക്സിമം കാണുന്ന എല്ലാവരും പിന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന് തമ്മിലുള്ള സീൻസ് നന്നായിട്ട് ഒത്തിട്ടുണ്ട്. ശരിക്കുള്ള നായകൻ നമ്മൾ വീണോട്ടെ. കുറച്ച് മക്കളെ പുറത്തോട്ട് വേണം, പുറത്തോട്ട് ടെൻഷനടിച്ച കണ്ടോടൽ. പക്ഷേ ഇന്ന് അതിനകത്തോട്ട് ഇൻവോൾവ് ആയി എല്ലാവരും. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം. മലയാളിയായിരുന്നല്ലേ? സൂപ്പർ, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇവിടുന്ന് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തത്? ഇവിടുന്ന് കണ്ടപ്പോ എന്താണ് ഫീൽ ചെയ്തത്? അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്.
ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണമല്ലേ? ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമല്ലേ? ഫൺ ചെയ്യുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആവറേജ്